ഇന്ത്യക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വേദനാജനകമായ ഒരു ദുരന്തമാണ് ഇന്നത്തെ വിമാന ദുരന്തം. എയർ ഇന്ത്യ 171 ബോയിങ് വിമാനം. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്നും 242 യാത്രക്കാരുമായി ലണ്ടനിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഈ വിമാനം. പറന്നുയർന്ന ഉടൻ തന്നെയാണ് ഈ വിമാനത്തിന് ഈ ദുരന്തം സംഭവിച്ചത്. 169 ഇന്ത്യൻ യാത്രക്കാരുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. 53 ബ്രിട്ടീഷുകാർ, ഒരു കനേഡിയൻ, 7 പോർച്ചുഗീസുകാർ, ഇത്രയും ആളായിരുന്നു അതിലുണ്ടായിരുന്നത്. എന്തായാലും സാധാരണ വിമാനം പറന്നുയരുന്നതിന് മുമ്പ് എല്ലാവിധ പരിശോധനകളും നടത്തിയിട്ടാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. വിമാനം പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തന്നെ പൈലറ്റ് ബന്ധപ്പെട്ടവർക്ക് അപകട സാധ്യത അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. എന്നാൽ തിരിച്ച് പൈലറ്റിനെ ബന്ധപ്പെടാൻ നോക്കിയപ്പോൾ അതിന് സാധിച്ചിട്ടുണ്ടായില്ല. അതിനിടയിൽ തന്നെ ഈ ദുരന്തം സംഭവിച്ചു. മരണസംഖ്യ കൃത്യമായി പറഞ്ഞില്ല എങ്കിലും ഇതിനകം തന്നെ 110 പേര് മരിച്ചെന്ന് കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ടായി. കൂടാതെ ജനവാസ കേന്ദ്രത്തിലാണ് ഈ ദുരന്തം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി ആളുകൾക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പറന്നുയർന്ന ഉടൻ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വലിയ ദുരന്തം ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ ഒരു വിദഗ്ധൻ പറഞ്ഞത്, കാലാവസ്ഥ കൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാവാം, അല്ല എങ്കിൽ പക്ഷി ഇടിച്ചാലുണ്ടാവാം, എൻജിൻ തകരാറ് കൊണ്ടുണ്ടാകാം, അതല്ല പൈലറ്റിൻ്റെ കയ്യിലുണ്ടായ എന്തെങ്കിലും ഒരു തെറ്റുകൊണ്ടും ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എടുത്തു പറയുന്നത് 600 അടിയോളം പറന്നിട്ടും ഇതിൻ്റെ വീലുകൾ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത്രയും വലിയൊരു ദുരന്തം ഇന്ത്യക്ക് നേരിട്ടത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദന തന്നെയാണ്. ഇതിലെടുത്തു പറയേണ്ടത് ലാൻഡിംഗ് സമയത്താണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായതെങ്കിൽ അതിൽ ഇന്ധനം വളരെ കുറവായിരിക്കും. ഇത് ടേക്ക് ഓഫ് സമയത്തുണ്ടായ ഈ ദുരന്തമായതുകൊണ്ട് വിമാനത്തിൽ നിറയെ ഇന്ധനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അപകട സാധ്യത, അതിൻ്റെ തീവ്രത ഒന്നുകൂടി കൂടുതലായിരിക്കും. പിന്നെ ഒരു സംശയം പറയുന്നത്, വൃക്ഷത്തിൻ്റെ തലപ്പിൽ ഇതിൻ്റെ വിമാനത്തിൻ്റെ വാല് തട്ടിയിട്ട് അങ്ങനെയും ഉണ്ടായതാണോ ഈ ദുരന്തം എന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെ കാരണങ്ങളായാലും ഇത്രയും വിലപ്പെട്ട ജീവനുകളെല്ലാം പൊലിഞ്ഞു പോയി. എന്തായാലും 2 തവണ പൈലറ്റ് അധികൃതരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പൈലറ്റിന് എന്താണ് പറയാനുണ്ടായിരുന്നത് എന്ന് അറിയും മുമ്പ് തന്നെ ഈ ദുരന്തം സംഭവിച്ചു. എന്തായാലും എത്ര പ്രാവശ്യം നമ്മൾ വിമാനയാത്ര നടത്തിയെങ്കിലും വിമാനത്തിൽ സഞ്ചരിച്ച എല്ലാവർക്കും അറിയാം, ടേക്ക് ഓഫ് സമയത്തും ലാൻഡിംഗ് സമയത്തും ഒരുതരം ഭീതി, ചെറിയതാണെങ്കിൽ പോലും ഒരുതരം ഭീതിയോടെ അല്ലാതെ ആരും വിമാനത്തിലിരിക്കുന്നില്ല. ഇത് കൃത്യമായി ലാൻഡിംഗ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് കൃത്യമായി ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുമോ, അതിനിടയിൽ എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളൊരു ഭീതി ചെറുതായെങ്കിലും ഒരുവിധം എല്ലാവർക്കും ഉണ്ടാകും. അതുപോലെ തന്നെയായിരിക്കും അതിനുള്ളിലെ എല്ലാ യാത്രക്കാരും ഉണ്ടായിരുന്നത്. ഇങ്ങനെയൊരു ദുരന്തം ടേക്ക് ഓഫ് ചെയ്ത് 5 മിനിറ്റിനുള്ളിലാണ് ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായത്. ഇതുപോലുള്ള ദുരന്തം ഇനിയെങ്കിലും ഒരിക്കലും കേൾക്കാൻ കഴിയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ. അതുപോലെ ഇതിൽ പരിക്ക് പറ്റിയവരെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദുരന്തം സംഭവിച്ച് മരണത്തിലേക്ക് പോയവരുടെ കുടുംബാംഗങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് ദൈവം കൊടുക്കട്ടെ.